എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു കേട്ടോ. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, മഴയൊക്കെയാണ്, സേഫായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മളുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കും വീട്ടുവിശേഷങ്ങളിലേക്കും കിടന്നാലോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തേണ്ടേ നമ്മൾ രാവിലത്തെ പതിവ് ജോലികളിലേക്കൊക്കെ കിടന്നിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ ഒന്ന് ആലോചിച്ച് നിന്നു. കഞ്ഞിക്ക് വെള്ളം അടുപ്പത്തിട്ടു, അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. അതിന് ശേഷം തേണ്ട തിളച്ച് വന്നപ്പോൾ ചോറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കുറവായിരുന്നു, അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇന്നലത്തെ സാമ്പാറാണ് ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം സാമ്പാർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുവാണ്. പിന്നെ എന്താണ് കറി വെക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് തോരൻ കറി. അപ്പോൾ ചീര ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. ഞാനോർത്ത് അത് നമുക്കൊന്ന് തോരൻ വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ഇന്നലെ ചിരണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ രാവിലെ ചിരണ്ടുന്ന കുറച്ച് മടിയുള്ള കാര്യമാണ്, എന്നിട്ട് തലേദിവസം ചിരണ്ടി വെക്കും. അപ്പം പച്ചമുളകും അതിനുള്ള കറിവേപ്പിലയും സാധനങ്ങളും എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുവാണ്. ഓരോന്നോരോന്നായിട്ട് പതുക്കെ തേങ്ങയും എടുത്ത് വെച്ചു. തേങ്ങ ചിരണ്ടി വെക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണല്ലോ പണി. പിന്നെ ഒന്ന് അരയ്ക്കാനൊക്കെയാണ് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അരച്ചാൽ മതിയല്ലോ. അപ്പോൾ ഓക്കെ ആവുന്നുണ്ട്. ചീര ഞാൻ കഴിഞ്ഞ ദിവസം മാളിപ്പോയപ്പോൾ വാങ്ങിച്ചാണ്. ഇപ്പം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അന്നേരം കറി വെക്കുമായിരുന്നു. ഇപ്പം തന്നെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. കൊണ്ടിരുന്ന കവറിൽ തന്നെ ഇങ്ങനെ റാപ്പ് ചെയ്ത് അതുപോലെ അങ്ങ് വെക്കും. അപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതിരിക്കും. വേണ്ട, ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ ചീര ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകി തോരൻ വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് രാഹുലിന് ചീരത്തോരനോട് വലിയ താല്പര്യമൊന്നുമില്ല, അവൻ കൂട്ടാറില്ല. ഞാനും ചേട്ടനും മാത്രമേ കൂട്ടാറുള്ളൂ. പിന്നെ നാട്ടിലെ ചീരയുടെ ടേസ്റ്റൊന്നും കിട്ടാറില്ല. എന്നാലും ചീരത്തോരനിലെ ഇലക്കറികളൊക്കെ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഒരു 3-4 വട്ടം ഞാനൊന്ന് വെള്ളത്തിലിട്ട് ഒലച്ച് കഴുകിയെടുത്താണ്. കുറേ പൊടിമണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് പിന്നെ ഞാൻ പാത്രത്തിൽ വെച്ചതാണ്. അതിനകത്തുനിന്ന് നമുക്ക് തണ്ടും ഇലയും സെപ്പറേറ്റ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുറിച്ചെടുക്കുകയാണ്. അപ്പം ഇലക്കകത്ത് ഞാൻ പിന്നെയും ഒന്നുകൂടെ നോക്കുന്നുണ്ട്, ചുരുണ്ടിരിക്കുന്ന ഇലക്കകത്തൊക്കെ വല്ലോ ചിലന്തിയോ അങ്ങനെയുള്ള സംഭവങ്ങളോ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഞാനെടുത്ത് പിന്നെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ തണ്ട് ആയിട്ട് ഒരുമിച്ച് അരിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ അരിയാനായിട്ട്. അതുകൊണ്ട് ഞാനത് ഇത് 2 സെപ്പറേറ്റ് ആക്കി അരിയാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാവേ. ചീര റെഡിയാക്കിയെടുത്ത സമയം കൊണ്ട് വേണ്ട നമ്മുടെ കഞ്ഞി തിളച്ചിട്ടുണ്ട്. സാമ്പാറും അതുപോലെ തിളച്ച് ഇന്നലത്തെ വൈകിട്ട് വെച്ച സാമ്പാറാണ്. അപ്പം രാവിലെ കാപ്പിക്ക് ഇഡലിയാണ് ഉണ്ടാക്കുന്നത്, അതിനും ആകും ചോറിനും ആകുമല്ലോ എന്ന് വിചാരിച്ച് അതൊന്ന് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുവാണേ. അപ്പോൾ കഞ്ഞി തിളച്ചിട്ടുമുണ്ട്. കഞ്ഞി അടയ്ക്കാറായിട്ടില്ല, രാവിലെയാണ് ഇപ്പം കഞ്ഞി വെക്കുന്നത്. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഈ ചൂടായതുകൊണ്ട് പെട്ടെന്ന് ചോറ് വെളിയിലൊക്കെ ഇരുന്നാൽ അഴുക്കാവും, പിന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് അതും കൂടെ ഒന്ന് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ചീരയൊന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം തണ്ട് ഞാൻ ഇതേ രീതിയിൽ കനം കുറച്ചാണ് അരിയുന്നത്. കനം കുറച്ച് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നത് വെന്ത് കിട്ടും. അപ്പോൾ ആദ്യം തണ്ട് അരിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇലയും കൂടെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ചീര അരിഞ്ഞതിന് ശേഷം വേണ്ട നമ്മുടെ ഇഡലിക്ക് ദോശയ്ക്കൊക്കെയുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇഡലി ഉണ്ടാക്കിയാൽ. ഞാൻ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുള്ളതാണ്, റെസിപ്പിയായിട്ടല്ല ഒരു വ്ളോഗിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അരി അരച്ച് ഇഡലിയും ദോശയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു ഇഡലിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന്. നേരത്തെ എനിക്ക് ഇതറിയത്തില്ലായിരുന്നു, പിന്നെ ഞാൻ ഇപ്പം ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടേ പിന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് ഇഡലിയും ദോശയൊക്കെ കഴിക്കാനായിട്ട്. വലിയ പുളി ഉണ്ടാകത്തില്ല. എനിക്ക് പുളിയുള്ള പലഹാരങ്ങളോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇഡലിയും ദോശയും ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ഇട്ടൊന്ന് കലക്കി വെക്കുവാണ്.
പിന്നെ ഞാനൊരു ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മളുടെ ചീര ഇട്ട് കൊടുക്കണം. ചീര നമ്മൾ തേങ്ങ ഒതുക്കി ചേർത്താണ് വെക്കുന്നത്. അപ്പോൾ ചീര ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങായും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടെ അരിഞ്ഞിട്ടാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് ഒറ്റ ആവിക്ക് വെന്ത് കിട്ടും കേട്ടോ. ഒറ്റ ആവി എറിയാൽ മതി, അപ്പോഴത്തേനേ നമ്മുടെ ചീര വെന്ത് കിട്ടും. അപ്പം അതും കൂടെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി, ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കി നിരത്തി ഇട്ട് കൊടുക്കാം. ചീരക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ കാണും, അതുപോലെ വെള്ളം ഒഴിക്കാതെയാണ് അരപ്പരച്ചിരിക്കുന്നതും. വെള്ളം ചീരക്കകത്തുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടി നമുക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം. ഈ സമയത്ത് നമ്മളുടെ ഇഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ അപ്പച്ചമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തട്ടൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ തേച്ചാണ് വെച്ചിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പം ഇഡലി എനിക്ക് വലിയ താല്പര്യമില്ല, ചേട്ടന് ഇഷ്ടമാണ്. രാഹുലിനും വലിയ താല്പര്യമില്ല. ദോശയോടാണ് രാഹുലിനും താല്പര്യം, എനിക്കും താല്പര്യം അതാണ്. പിന്നെ ഇന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓർത്ത് നമുക്ക് ഇഡലി ഉണ്ടാക്കാം. ഇഡലി ആകുമ്പോൾ ഒറ്റ ട്രിപ്പ് ഉണ്ടാക്കിയാൽ മതി. അതൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോകാമല്ലോ. ദോശയാകുമ്പോൾ അടുത്ത് നിന്ന് ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതൊന്ന് കോരി ഒഴിച്ച് വെച്ചിട്ട് നമുക്കിതൊരു 10-15 മിനിറ്റ് ആവിയേറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് രാഹുൽ എഴുന്നേറ്റ് നടക്കാൻ പോവും. വെളുപ്പിനെ ചേട്ടനും നടക്കാൻ പോവും. പിന്നെ വണ്ടിയൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടൊക്കെ വരും. 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവർ രണ്ടുപേരും തിരിച്ചു വരും. 5:15 ആകുമ്പോൾ ചേട്ടനും പോകും. 5:30 ആകുമ്പോൾ രാഹുലും നടക്കാൻ പോവും. അവർ രണ്ടുപേരും സെപ്പറേറ്റ് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് കഴിക്കത്തുള്ളൂ. അപ്പോഴത്തേന് ആ സമയത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായാൽ മതി. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഒത്തിരി സമയം നടക്കാറില്ല, കുറച്ച് സമയം നടക്കാറുള്ളൂ. അപ്പം നമ്മളുടെ ഇഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി രാഹുലിനും എനിക്ക് ചായ വെക്കണം. ചേട്ടൻ ചായ കുടിക്കാറില്ല. പിന്നെ ഇഡലിയൊക്കെ ആവുമ്പോൾ ചേട്ടന് ഇഷ്ടമാണ്, കഴിച്ചോളും. അപ്പോൾ അതിന് ശേഷം വേണ്ട നമ്മുടെ തോരനൊന്ന് ഞാൻ ഇളക്കി വെക്കാൻ പോകണമെന്ന് നോക്കുവാണ്. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചൊരു വെള്ളമയം ഉണ്ട്. അപ്പോൾ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കണം. നിരത്തിയിട്ടിട്ട് തീ ഒന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് പറ്റി കിട്ടും. നമ്മൾ ചെറുതീയിലാണല്ലോ ആവിക്ക് വെച്ച് വേവിച്ചെടുത്തത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കുവാണ്. നിരത്തിയിട്ടിട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മളുടെ ചീരത്തോരനും ഇവിടെ റെഡിയാകും. അപ്പോൾ അതിന് ശേഷം ചീരത്തോരനും സാമ്പാറും രാഹുലിന് വലിയ താല്പര്യമില്ലാത്ത സാധനങ്ങളാണ് രണ്ടും. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് രാവിലെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നോക്കി നമുക്ക് ഉണ്ടാക്കാനും പറ്റത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരെണ്ണം അവർക്ക് ഇഷ്ടമുള്ളതും കൂടെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പം ആലോചിച്ചപ്പോൾ കുറച്ച് ഉണക്കച്ചമ്മീൻ ഇരിപ്പുണ്ടെന്നാൽ പിന്നെ അതുകൊണ്ടൊരു ചമ്മന്തിപ്പൊടിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സമയമുള്ള പോലെയാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കണമല്ലോ. അത്രയും സമയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ തോരൻ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റിലായതുകൊണ്ട് നമ്മൾ ഈ ഉണക്കച്ചെമ്മീനൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് റൂമിനകത്ത് എല്ലാം. നമുക്കൊന്ന് തുറന്ന് ഇടാനുള്ള വലിയ ജനലൊക്കെ തുറന്നിടാനായിട്ട് പറ്റാവുന്ന ജനലല്ല, ചെറുതായിട്ടൊന്ന് പൊക്കി വെക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ കൂടുതലും അതൊന്നും തുറന്നിടാറില്ല. അപ്പോഴത്തേന് ചെമ്മീൻ വറുത്തു ഞാൻ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനതൊന്ന് എണ്ണയൊഴിച്ച് കറിവേപ്പിലയിട്ടൊന്ന് വറുത്തെടുക്കുവാണ്. ഇങ്ങനെ നമ്മൾ വറുത്തെടുക്കുവാണെങ്കിൽ എത്ര ദിവസം വെള്ളം വെളിയിൽ വെച്ചിരുന്നത് അഴുക്കായി പോകത്തില്ല. പച്ചയോടെ തേങ്ങ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കനച്ചൊക്കെ പോകുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല പൊടിയായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ദിവസം ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേർക്കൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ദിവസം അവർക്ക് കൂട്ടാനായിട്ട് പറ്റുമേ. ഇതുപോലെ ഉണക്കമീനാണെങ്കിലും ചമ്മന്തിപ്പൊടി പോലെ ഇടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം നമുക്ക് വെച്ച് കൂട്ടാൻ പറ്റും. അപ്പം ഇതുപോലെ വീട്ടിൽ അമ്മ മോക്ക് കൊടുത്തൊക്കെ വിടുന്നതാണ്. അപ്പോൾ അതുപോലെ ഞാനൊന്ന് ചെയ്ത് നോക്കിയത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഇഡലി എടുത്ത് താഴെ വെച്ചിരിക്കുകയാണ്. ചൂടാറിയിട്ട് കുറച്ച് കൈവെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. കൈവെള്ളം തളിച്ച് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് ഇതിനകത്ത് ഇളകിപ്പോരും. അതുപോലെ തന്നെ ഇത് മാവ് കോരി ഒഴിക്കുന്നതിന് മുമ്പ് തട്ട് കുറച്ചൊന്ന് ചൂടായി കിട്ടിയാലും പെട്ടെന്ന് അടന്നു പോരുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ എന്നാലും കൈവെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് അടന്ന് കിട്ടുമല്ലോ.
അപ്പോൾ അതും കൂടെ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി അവർ കഴിക്കാനായിട്ട് വരും. അവർക്കെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് ടിഫിൻ ബോക്സും എടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പണികളെല്ലാം രാവിലത്തെ ഫുഡിൻ്റെയും ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ എല്ലാം റെഡിയായി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ രാവിലത്തെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.